ഞാൻ ആ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു. ഖത്തർ ഉച്ചകോടി, അതായത് ഇസ്രായേലി എയർക്രാഫ്റ്റുകൾ ഹമാസിൻ്റെ കേന്ദ്രം അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ഖത്തർ വിരളി പൂണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ അവർ റിറ്റാലിയേറ്റ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, കുടച്ചക്കറക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറഞ്ഞു നോൺസെൻസ്, ഇത് നടക്കാൻ പോകുന്നില്ല. അതിനുശേഷം ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മിറ്റാണ്. ഏകദേശം 22ഓളം രാജ്യങ്ങൾ അവരൊത്തുകൂടി. അപ്പം അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ. അയാൾ പറഞ്ഞു 22 അറബ് രാജ്യങ്ങൾക്ക് ഒരു ചെറിയ രാജ്യമായ ഇസ്രായേലിനെ നേരിടാൻ കഴിയുന്നില്ല. അത് യാഥാർത്ഥ്യമോ? നേരിടാൻ കഴിയുന്നില്ല. അതിൻ്റെ കാര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിക്കൂടാ? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട് ഏർപ്പെടുത്താത്ത? അവർക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ കൊടുക്കുന്നത് ആരും ഇസ്ലാമിക രാജ്യങ്ങൾ, അസർബൈജാനും ടർക്കിസ്ഥാനും ആ രാജ്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പം ഇതിനൊന്നും ആൾക്കാർ തയ്യാറല്ല. ഈ രാജ്യങ്ങളിലെ പല സെക്യൂരിറ്റീസ് ഉണ്ട്, ഇൻക്ലൂഡിങ് സൗദി അറേബ്യ, ഇൻക്ലൂഡിങ് UAE. ഇതെല്ലാം അവരുടെ ഏജൻസികളാണ് ചെയ്യുന്നത്. ഖത്തർ റിക്വസ്റ്റ് ചെയ്തു UAEയോടും ബഹ്റൈനോടും മറ്റുള്ള രാജ്യങ്ങളോട്, എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നില്ല? UAE ഭരണാധികാരി കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞു, പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ, ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാം ഖത്തറിനെ അറ്റാക്ക് ചെയ്തു, ഇവരോട് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇതാണ് ഖത്തറിൻ്റെ എല്ലാ ഗെയിമും പൊളിഞ്ഞു പോയത്. അതാണ് ഖത്തറിൻ്റെ മെച്യൂരിറ്റി ഇല്ലാത്ത രാജ്യമാണ്. പണമുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ മെച്യൂരിറ്റി ഇല്ല. അതിൻ്റെ ഈ ലീലാവിലാസങ്ങൾ മാത്രമാണ് ഇത് കാണിച്ചത്. ഈ പറയുന്ന ഖത്തറുമായിട്ട് അവിടെ ബ്ലാസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം വന്ന് UAE, സൗദിയുടെ ഡിപ്ലോമാറ്റ്സ് വരുന്നു. ജോർദാൻ എന്താ പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾ റിലേഷൻഷിപ്പ് ഇസ്രായേലുമായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഈജിപ്റ്റ് പറഞ്ഞ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും, പക്ഷെ അവരൊരു പ്രപ്പോസൽ കൊണ്ടത് ഈജിപ്റ്റും ഖത്തറും കൂടെ നാറ്റോ പോലെ ഒരു സഖ്യം രൂപീകരിക്കാൻ. അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, അത് UAEയും മറ്റുള്ള രാജ്യങ്ങളും ജോർദാനും തള്ളിപോയേക്കാൻ. കാര്യം എന്ത്? കാരണം ഈ രാജ്യങ്ങളിലൊക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യില്ല. അമേരിക്ക ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ പൊട്ടൻഷ്യൽ എനിമി ആരെയിടാ. എന്തുകൊണ്ട് ഇത് നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്, കാരണം ആദ്യത്തെ പ്രധാന ഇഷ്യൂ അവിടുത്തെ കുടുംബത്തിലെ പ്രശ്നം, ഇറാനുമായിട്ടുള്ള ഷിയ സുന്നി ഇഷ്യൂ. അതിവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പം മസൂദ് പെഷഷ്കാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹവും കൈമലർത്തി. അത് പറയാം, അയാൾ എന്തൊക്കെയോ പറഞ്ഞു. അയാൾക്കറിയാം ഇതൊന്നും നടക്കത്തില്ലെന്ന്. കാരണം ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ വാലാട്ടികളാണെന്നറിയാം. അവരെല്ലാം ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നവരാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം, ഈ UAEയിലെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇസ്രായേലി ബിസിനസ് ആൾക്കാർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ പുതിയ സിറ്റി വരിക, അതിനകത്ത് അമേരിക്കൻ കമ്പനികളിൽ ഇസ്രായേലി ബന്ധമായിട്ടുള്ള കമ്പനികളാണ് വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, അടുത്ത 6-7 മാസത്തിനുള്ളിൽ ഖത്തർ ഉൾപ്പെടെ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായിട്ട് ബൈലാട്രിയൽ ടോക്സിന് വരും. ഇനി അടുത്ത തമാശ കേട്ടോളാം. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ പത്രങ്ങളിൽ വായിച്ച് ഇൻ ബിറ്റ്വീൻ അറിഞ്ഞിടത്തോളം, ഈ ഹമാസിൻ്റെ നേതാക്കളെ അവരുടെ സക്സസ് അല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഗ്രേറ്റ്. ഖത്തറിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ അഡ്വൈസർ BBC-ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. നിങ്ങൾ പറ്റുവാണെങ്കിൽ കാണുന്നത് യൂട്യൂബിലുണ്ട്. അപ്പം BBC ഇൻ്റർവ്യൂ ചെയ്യുന്നവർ പുള്ളിയോട് ചോദിച്ചു, ഈ പറയുന്ന ഈ ഹമാസിൻ്റെ ലീഡർ ഇഞ്ചുവേർഡായോ? അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അവർ ജീവനോടിരിപ്പുണ്ടോ? അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ഇനി ആരൊക്കെയുണ്ടോ? അതിനെപ്പറ്റിയും മിണ്ടുന്നില്ല. ഇതിൽ ആരാ ട്രാപ്പിലായത്? ഖത്തർ ട്രാപ്പിലായി. ഇനി ഖത്തറിന് പറയാൻ പറ്റൂ, ഖത്തറിന് ഇവരെ നിർത്താൻ പറ്റൂ? അത് അമേരിക്കൻ താക്കീത് കൊടുത്തു, ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം താക്കീത് കൊടുത്ത് ഖത്തറിനോട് ഇവരെ പുറത്താക്കാൻ. ഇനി ഇവരെ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഗ്ലോബൽ ഓർഡർ, മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയുടെ ഓർഡർ മാറി.
അവിടെ ഇസ്രായേൽ ഒരു സൂപ്പർ ഡൂപ്പർ പവറായി അങ്ങ് മാറി. അവരുദ്ദേശിക്കുന്നത് നടക്കൂ. അവർക്ക് ബാക്കപ്പ് അമേരിക്കയുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ UAE ഉണ്ട്, സൗദിയുണ്ട്, റിച്ച് നേഷൻസ് ആണ്. ഇതിനകത്ത് ഖത്തറിൻ്റെ ഒരു പരിപാടിയും നടക്കാതെ പോയി. ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഖത്തറിന് നല്ല ബന്ധമാണ്, പണം കൊടുത്തുള്ള ബന്ധമാണ് ഉണ്ടാക്കിയത്. ഒരു നാച്ചുറൽ ജെനുവിൻ ബന്ധമല്ല ഖത്തർ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോക രാജ്യങ്ങളെല്ലാം അപലപിച്ചു. അവരാരെങ്കിലും പറഞ്ഞോ, ഇസ്ലാമിക രാജ്യങ്ങളോട് പറഞ്ഞോ ഈ ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അത് നിർത്താൻ വേണ്ടി പറഞ്ഞു? ആരും പറഞ്ഞില്ല. അവരെല്ലാം അതിനെ എതിർത്തു. അവരെല്ലാം ഖത്തറിന് കൊടുത്ത അഡ്വൈസ്, നിങ്ങൾ ഈ പറയുന്ന ടെററിസ്റ്റുകളുമായിട്ട് ബന്ധം നിർത്തുക, അവരെ ഫണ്ട് ചെയ്യുന്ന നിർത്തുക, സലഫിസം വഹാബിസം അതിൻ്റെ ഫണ്ടിങ് നിർത്തുക, അവർ ഗ്ലോബലായിട്ട് ത്രെട്ടാണ്. എന്താ ഇന്തോനേഷ്യ പറഞ്ഞത്? കൃത്യമായിട്ട് പറഞ്ഞു, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ രാജ്യവും പ്രശ്നം, ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ നിങ്ങൾക്കറിയാം? ബേസിക്ക് ഈ അറബ് രാജ്യങ്ങളുടെ ഇന്റേണൽ ഇഷ്യൂസ്, ഇൻക്ലൂഡിങ് ഈജിപ്റ്റ് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും എല്ലാ രാജ്യങ്ങളിലും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇഷ്യൂ, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ, അതിനകത്തുണ്ടായിരിക്കുന്ന ഇസ്ലാമിക ടെററിസമാണ്. എല്ലാ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ടെററിസം. അതിന് ഒരു സൈഡിലും മറ്റേ സൈഡിൽ കൂടെ ഈ പറയുന്ന ഖത്തറുമായിട്ടൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ സഫർ ചെയ്യുന്നത്. ഈജിപ്റ്റും ഖത്തറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല. എന്തുകൊണ്ടാണ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഖത്തറിൻ്റെ അൽ ജസീറ ചാനൽ ബാൻ ചെയ്തിരിക്കുന്നത്? ഈ സമ്മിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഇഷ്യൂ എന്തു? അൽ ജസീറ ചാനലിൻ്റെ മോശമായ റിപ്പോർട്ടിങ്ങാണ്. ഇതിനെയൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് ആക്കാൻ, ടെറർ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് എങ്ങനെ കാണാൻ പറ്റും? ഇതിനകത്ത് ഇസ്രായേൽ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തു ഈ ഖത്തർ അറ്റാക്കോടുകൂടി. ഈ അറബ് രാജ്യങ്ങളെല്ലാം പോയി സറണ്ടർ ചെയ്യും ഇനി. കാരണം ഇവരെല്ലാം പോയി ഇനിയും ഇസ്രായേലിൻ്റെ ഡിപ്ലോമസിയും പരിപാടികളെല്ലാം അവിടെ ഓപ്പൺ ചെയ്യും. ഇതിലോട്ടൊക്കെ ഈ രാജ്യങ്ങളെല്ലാം ട്രേഡ് നടത്തുന്നുണ്ട് ഇസ്രായേലുമായിട്ട്. അപ്പോൾ ഖത്തറിൻ്റെ റിക്വസ്റ്റാണ് ഈ രാജ്യങ്ങളോട്, അതായത് ഇസ്രായേലി ഫ്ലൈറ്റുകൾക്ക് അവരുടെ ആകാശം കൊടുക്കരുത് ഫ്ലൈ ചെയ്യാൻ. അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഖത്തറിന് എന്താ അച്ചീവ് ചെയ്ത്? കംപ്ലീറ്റ് ആയിട്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതായത് കംപ്ലീറ്റ് ഒരു ഫ്ലോപ്പ് ഷോ ആയി മാറി. അമേരിക്കൻ പ്രസിഡന്റ് ഖത്തർ പ്രധാനമന്ത്രി അവിടെ വിളിച്ചൊരു ഡിന്നർ കൊടുത്തത് തോളെ തട്ടിന് പറഞ്ഞു കേട്ട് പോയിക്കോളാൻ പറഞ്ഞു. അമേരിക്ക എന്താ പറഞ്ഞേ? എന്തോ മാർക്ക് റൂബിയോ ഇസ്രായേലിൽ പോയിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം. ഖത്തറെ മനസ്സിലാക്കണം ഇസ്രായേലിൻ്റെ ഫീലിംഗ്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ഖത്തർ സപ്പോർട്ട് ചെയ്യണം, അതായത് ഗാസയിൽ ആൾക്കാരെ അടിച്ചോടിക്കാൻ. ഖത്തർ പോലും പ്രതീക്ഷിക്കാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആവുന്നത്. അതായത് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യരുത്. ഇതല്ലയോ ബേസിക്കലി അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ അവരുടെ ഡിമാൻഡ്. ആ രീതിയിലോട്ടാണ് സമ്മിറ്റിലെ പല ആൾക്കാരും. അതായത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ സമ്മേളനം കഴിയുമ്പോൾ പല മീറ്റിങ്ങുകൾക്കും ഈ മന്തി കഴിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ട് പിരിയുക, അത്ര മേടിച്ച് ബിരിയാണി കഴിച്ചിട്ട് അത് മാത്രമേ ഉണ്ടായുള്ളൂ. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതാണ് പ്രധാനം. കാരണം നിങ്ങൾ പറയുന്നതും ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിനോടാണ്. അവര് എങ്ങനെയാണ് ഇറാനെ നശിപ്പിച്ചത്, എങ്ങനെയാണ് ലെബനൻ അവിടുത്തെ ഹിസ്ബുള്ളയെ നശിപ്പിച്ചത്, എങ്ങനെയാണ് ഹൂത്തികളെ തൊലച്ചത്, ഇത്രയും രാജ്യങ്ങളുമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഇന്നും അവർ ചലഞ്ച് ചെയ്ത് ചാമ്പ്യനായിട്ട് നിൽക്കുന്നു. അവരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പണമുള്ള ഖത്തറിന് എന്ത് കുന്തം ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് മിലിറ്ററി കേപ്പബിലിറ്റിയാണ് ഉള്ളത്? ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എന്ത് മിലിറ്ററി കേപ്പബിലിറ്റിയാണ് ഉള്ളത്? 67-ലും അതേപോലെ ഈ 6 Day വാർ എന്നൊക്കെ പറയുന്ന നിങ്ങൾ കേട്ട് കാണും. അന്ന് 3 രാജ്യങ്ങൾക്കെതിരെ 6 ദിവസം കൊണ്ട് വാർ ചെയ്ത് അവരെ തീർത്ത് കളഞ്ഞു. ആ രാജ്യമാണ് ഇസ്രായേൽ. അന്ന് ഇവർ ഇത്രയും കേപ്പബിലിറ്റി ഒന്നുമില്ല. അതിൻ്റെ ഒരു 100 മടങ്ങാണ് ഇപ്പോൾ അവരുടെ കേപ്പബിലിറ്റി. അവരെ എന്ത് കുന്തം ചെയ്യാൻ പറ്റും ഖത്തറിന്? ഏറ്റവും കൂടുതൽ ഖത്തറിൻ്റെ ആൾക്കാർക്ക് പേടി ഇനി അവിടെയുള്ള ഈ ഹമാസുകാരെ മുഴുവനും ഓടിക്കും. അവർക്ക് പേടി അവരുടെ കാര്യം, അവരുടെ സംഭവത്തിനകത്ത് പ്രശ്നം ഉണ്ടാകുമോ? ഇതിലേക്കാണ് കാര്യം തിരിയുന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അറബ് രാജ്യങ്ങൾക്ക് പിടിവിട്ടൊരു കാര്യമുണ്ട്. ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക, പാലസ്തീൻ വിഷയം ലൈഫിൽ അത് വേണ്ട എന്ന് വെക്കുക. ഇത് മാത്രമേ ഉള്ളൂ.
ഈ പറഞ്ഞ 2 സ്റ്റേറ്റ് തിയറിയായിട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും പല ആൾക്കാരും പറയുന്നു. ഇവർ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, സപ്പോർട്ടീവായിട്ടൊന്നുമില്ല. UN അസംബ്ലിയിൽ അവിടെ വോട്ടിങ്ങും പരിപാടിയൊക്കെ നടക്കുക, മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെന്ത് സപ്പോർട്ടാണ്? അതായത് മനസ്സിലാക്കാൻ പാലസ്തീൻ ഇല്ലാതായി. അതാണ് ഹമാസ് കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ. ഖത്തറിന് പറ്റിയ ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറഞ്ഞ ഹമാസിനെയും ഈ പറയുന്ന തീവ്രവാദികളെയും പിന്തുണച്ച് അവർക്കൊരു ബേസ് കൊടുത്തു, പണം കൊടുത്തു. അതോടുകൂടെ ഖത്തർ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഒറ്റപ്പെട്ടു. ഇതെല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കൊരു പാഠമാണ്, എങ്ങനെയാണ് ഖത്തറിൻ്റെ വെടിതീരുന്നത്. അത് ഇത് വരാനുള്ള സമയത്തും ഇത് ഗ്ലോബലായിട്ടൊരു ചരിത്ര വിഷയമായിട്ട് മാറും. ഖത്തർ വന്നതും വലുതായതും സാമ്പത്തിക ഉറവിടം എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ടാക്കി. അവസാനം എന്താ, 2 ബോംബിട്ട് തീർന്നു. ഇറാനും കൊണ്ട് ബോംബിട്ടു, ഇസ്രായേലും കൊണ്ട് ബോംബിട്ടു. അൾട്ടിമേറ്റ്ലി ഖത്തർ എന്തോ നേടി. ഖത്തർ ഈസ് എ ലൂസർ. അറേബ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെ അംഗീകരിച്ചു. ഇതാണ് ഖത്തർ കാണിച്ച ഭൂലോക മണ്ടത്തരം.